ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് മാരീസൻ എന്ന സിനിമയാണ് കണ്ടത്. ദിലീപിനെ നായകനാക്കി വില്ലാളി വീരൻ എന്ന സിനിമ ചെയ്ത സുധീഷ് ശങ്കർ എന്ന സംവിധായകനാണ് ഈ സിനിമ ചെയ്തത് എന്നറിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടി. സീരിയസ്ലി ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടി. കാരണം ആ ഒരു മൂവിയുടെ ജോണറും ആ ഒരു മൂവിയുടെ ഇന്ന് ആൾക്കാരെടുത്തിരിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റും അന്ന് തിയേറ്ററിൽ കിട്ടിയ ഒരു സംഭവങ്ങളും ഒക്കെ നമുക്ക് നന്നായിട്ടറിയാം. സോ അവിടെ നിന്ന് ഫഹദ് ഫാസിൽ വടിവേലു പോലുള്ള രണ്ട് പേരെ വെച്ചിട്ട് തമിഴിൽ ഒരു മൂവി ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര ഹൈ റിസ്ക്കാണ് എടുത്തിരിക്കുന്നത്. എനിവേ സ്ക്രിപ്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃഷ്ണമൂർത്തി എന്ന വ്യക്തിയാണ് സിനിമ കണ്ടിട്ട് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ ഒരു സ്ക്രിപ്റ്റും ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇനി സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടീസറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു എങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ഫീൽ ഗുഡ് ജോണർ പിടിച്ചു പോകുന്ന ഒരു മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് കഥാപാത്രങ്ങൾക്കാണ് പൂർണ്ണമായും സ്ക്രീനിൽ ടൈം കൊടുത്തിരിക്കുന്നത്. വേലായുധം പിള്ളയും ദയാലും തമ്മിലുള്ള ഒരു ബോണ്ടിങ്, ഇവർ രണ്ടുപേരും എങ്ങനെയാണ് ബോണ്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് സിനിമയിൽ ഫസ്റ്റ് നമുക്ക് കാണിച്ചു തരുന്നൊരു സംഭവം. കള്ളനായിട്ടുള്ള ദയാല് ഒരു പ്രത്യേക സാഹചര്യത്തിൽ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് കയറുന്ന ഒരു വീട്ടിൽ അവിടെ നിന്ന് അൾഷിമേഴ്സ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കൂടെ കിട്ടുന്നു. അതാണ് നമ്മുടെ വേലായുധം പിള്ള എന്ന വടിവേലുവിൻ്റെ ക്യാരക്ടർ. സോ പിന്നീട് ഇവർ രണ്ടുപേരും ഒരു യാത്രയാണ്. ആ യാത്രയിലൂടെയാണ് പിന്നീട് പ്രേക്ഷകർ സഞ്ചരിക്കുന്നത്. കഥ പറച്ചിലിന് ആ ഒരു രീതി കൊടുത്തിരിക്കുന്നത് ഭയങ്കര നൈസായിട്ട് ഫീൽ ചെയ്തു. കാരണം ആ ഒരു നറേഷൻ ഭയങ്കര രസമായിരുന്നു. ഒരു ഫീൽ ഗുഡ് മൂഡ് പിടിച്ച് രണ്ടുപേരുടെയും യാത്രയ്ക്കൊപ്പം തന്നെ കഥ പറച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്റ്റൈൽ. എന്നാൽ ദയാലിൻ്റേതായിട്ടുള്ള പ്രത്യേക ലക്ഷ്യമുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന വേലായുധം പിള്ളയ്ക്ക് ഒരു സ്ഥലത്തേക്ക് എത്തേണ്ട ആവശ്യവുമുണ്ട്. അത്തരത്തിൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു കണക്ഷൻ, എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും എന്തുകൊണ്ടാണ് ഒരിടത്ത് ബോണ്ട് ചെയ്യപ്പെടേണ്ടി വരുന്നത് എന്നുള്ളതും സിനിമയിൽ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ആ രസച്ചരടുകളൊന്നും പൊട്ടിക്കാതെ തന്നെ സിനിമ മുന്നോട്ട് പോകുമ്പോൾ കഥാപശ്ചാത്തലം വളരെ നൈസായിട്ട് മൂവ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് പുതിയ തലങ്ങളിലേക്കൊന്നും സഞ്ചരിക്കാതെ പോകുന്നു എന്നുള്ളത് പ്രേക്ഷകർക്ക് ഇടയ്ക്കൊരു മടുപ്പ് തോന്നിപ്പിച്ചേക്കാം. അതേസമയം തന്നെ ക്യാരക്ടേഴ്സും ഇതേ ഡയലോഗ് പറയുന്നുണ്ട്, ഈ കഥ എവിടെ ചെന്ന് അവസാനിക്കാൻ പോകുന്നത് ഒരു പിടുത്തവുമില്ലാന്ന്. പിന്നീട് അങ്ങോട്ട് കഥയ്ക്ക് ചെറിയൊരു ടേൺ സംഭവിക്കും. ആ ടേൺ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ടേൺ ആണെങ്കിൽ പോലും ഗംഭീരമായിട്ടുള്ള, എന്നാൽ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് വളരെ വലിയൊരു ടേണാണ് ആ സംഭവിക്കുന്നത്. അവിടെ നിന്നുണ്ടാകുന്ന പിന്നീടുള്ള മാറ്റങ്ങൾ സിനിമ മൊത്തത്തിൽ പ്രേക്ഷകനെ കയ്യിലെടുക്കുകയാണ്. ഗംഭീരമായിട്ടുള്ള ചടുലതയോടുകൂടിയുള്ള ഒരു ത്രില്ലർ ലെവലിലേക്ക് സിനിമ നീങ്ങുന്നു. എന്നാൽ ഇവിടെ പെർഫോമൻസുകൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു വെയിറ്റ് അത് ഭയങ്കര ഗംഭീരമായിട്ട് തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. വടിവേലുവിനെ പോലൊരു ആക്ടറിനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ, പ്രത്യേകിച്ചും അൽസൈമേഴ്സ് പോലുള്ള രോഗം ബാധിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറിനെ അവതരിപ്പിക്കുക, ഫഹദ് ഫാസിലിന് ഏറെക്കുറെ തൊണ്ടി മുതലും ദൃസാക്ഷിയും ഒക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതേ ഒരു റേഞ്ച് പിടിച്ചിട്ടുള്ള ഒരു കള്ളൻ്റെ ക്യാരക്ടറും, അങ്ങനെ ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ പെർഫോം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ രസകരമാണ്. എന്നാൽ അതിലുപരി ഒരുപാട് ബുദ്ധിമുട്ടുമാണ്. തീർച്ചയായും മാമന്നൻ എന്ന സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, രണ്ടും രണ്ട് ഓപ്പോസിറ്റ് ഷെയ്ഡുകളിലേക്ക് കൊണ്ടുവന്നിരുന്ന ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഇവിടേക്ക് വരുമ്പോൾ ഒരു ഏരിയയിൽ നിന്നുകൊണ്ട് തന്നെ ഡിഫറൻറ്റ് ഷെയ്ഡുകളെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. തീർച്ചയായിട്ടും വടിവേലുവിൻ്റെ ക്യാരക്ടറിനോട് തോന്നുന്ന ഒരു സിമ്പതിയും അറ്റാച്ച്മെൻറ്റും ഒരു ഫീൽ ഗുഡ് മൊമെൻറ്റ്സും ഒക്കെ നമുക്ക് വല്ലാതെ നൈസായിട്ട് ഫീൽ ചെയ്യും. അയാളുടെ നിസ്സഹായതയും അയാളുടെ അറിവില്ലായ്മയും അയാളുടെ ബുദ്ധിമുട്ടുകളുമൊക്കെ നമ്മളെ ഒരർത്ഥത്തിൽ പ്രേക്ഷകൻ്റെ മനസ്സിലേക്ക് ഒരു ഇടം കൊടുക്കും. അതിനോടൊപ്പം തന്നെ ദയാലിൻ്റെ ക്രൂക്കഡായിട്ടുള്ള മൈൻഡ് വെച്ചിട്ട് ഏത് തരത്തിലായിരിക്കാം ഈ പറയുന്ന മനുഷ്യനെ വഞ്ചിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷനും പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വടിവേലുവിൻ്റെ വേലായുധം പിള്ള എന്നൊരു ക്യാരക്ടർ വടിവേലു അല്ലാതെ മറ്റാര് ചെയ്താലും നന്നാകില്ല എന്നുള്ള തരത്തിലേക്ക് ഗംഭീരമായിട്ടാണ് വടിവേലു ആ കഥാപാത്രത്തിനെ പെർഫോം ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം അത്ര മനോഹരമായിട്ട് ആ ക്യാരക്ടറിൻ്റെ ഡെപ്ത് അറിഞ്ഞ് മനോഹരമായിട്ട് അതിനെ പ്രസൻറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള പെർഫോമൻസ്, ഇമോഷണൽ ആയിട്ടുള്ള പല രംഗങ്ങളിൽ പോലും അദ്ദേഹം പ്രേക്ഷകൻ്റെ മനസ്സിലേക്ക് ഒന്ന് തൊടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അത്ര മനോഹരമായിട്ട് ആ കഥാപാത്രത്തിൻ്റെ റേഞ്ചുകൾ മാറിയും തിരിഞ്ഞും അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും മുൻപ് ഒരു സിനിമകളിലും കണ്ടിട്ടില്ലാത്ത ഒരു ഷെയ്ഡിലേക്ക് വടിവേലുവിൻ്റെ ഒരു ക്യാരക്ടർ പെർഫോമൻസ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും മികച്ചൊരു കാര്യം, ഏറ്റവും പ്ലസ് ആയിട്ട് തോന്നിയൊരു കാര്യവും. അവിടെ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വടിവേലുവിനെ പോലൊരു ആക്ടറിനെ ഇത്രയും നൈസായിട്ടുള്ളൊരു ക്യാരക്ടറിലേക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുമ്പോൾ ഇതുവരെ അദ്ദേഹം ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ളൊരു ഷെയ്ഡിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്ക് അവിടെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അതുതന്നെയാണ് ഇന്ന് സിനിമ കാണുമ്പോഴും നമുക്ക് തോന്നിയത്. സോ ഫഹദ് ഫാസിലിൻ്റെ ക്യാരക്ടറും ഇവർ തമ്മിലുള്ള ബോണ്ടിങ്ങും അവിടെ ഉണ്ടാകുന്ന കുറേ പോസിറ്റീവ് വൈബ്സും ഒക്കെ സിനിമയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. പതുക്കെ ഒരു ത്രില്ലർ ലെവലിലേക്ക് സിനിമ നീങ്ങുന്നതോടുകൂടി പ്രേക്ഷകനും
അതിനൊപ്പം തന്നെ നീങ്ങുന്നുണ്ട്. പലയിടങ്ങളിലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില സംഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും കഥ പറയുന്ന രീതി കൊണ്ട് തന്നെ അതിനെ നൈസായിട്ട് പ്ലേസ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. സോ പ്രെഡിക്റ്റ് ചെയ്ത ചില ഏരിയാസിൽ നിന്നാണെങ്കിൽ പോലും പശ്ചാത്തലം പറയുന്ന രീതി ഇതൊക്കെ കൊണ്ട് തന്നെ സിനിമ വേറിട്ട് നിൽക്കുന്നുമുണ്ട്. പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് അവസാനിപ്പിക്കുന്നുമുണ്ട്. ചിലയിടങ്ങളിൽ പ്രത്യേകിച്ചും ഫസ്റ്റ് ഹാഫിൽ ഒരല്പം ലെങ്ത് കൂടി എന്നുള്ളതിനപ്പുറത്തേക്ക് സിനിമ ഒരിടങ്ങളിലും പ്രേക്ഷകനെ ബോറടിപ്പിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്ലസ്സാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് യുവൻ ശങ്കർ രാജയാണ്. ചിലയിടങ്ങളിൽ ഒരു കോമഡി ട്രാക്ക് പിടിച്ചിട്ടുള്ള സംഭവങ്ങളും അതിനൊപ്പം തന്നെ ഇമോഷണൽ ആയിട്ടുള്ള ചില ഏരിയാസും ഒക്കെ വളരെ നൈസായിട്ടും അതുപോലെ തന്നെ ഹീറോയിക് പരിവേഷങ്ങൾ കൊടുക്കേണ്ട ചില ഏരിയാസിൽ അതിൻ്റേതായിട്ടുള്ള ബീറ്റ്സും ഒക്കെ ചേർത്ത് വളരെ നൈസായിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ഒരു കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത് വളരെ അടിപൊളിയായിട്ട് തന്നെയാണ് സിനിമ കണ്ടു തീരുമ്പോഴേക്കും നമുക്കൊരു ഫീൽ തരുന്നത്. മാത്രമല്ല 2 സോങ്ങാണ് സിനിമയ്ക്കകത്തുള്ളത്. ആ രണ്ടും നല്ല രസമായിരുന്നു. പ്രത്യേകിച്ചും വടിവേലിനെ കൊണ്ട് പാടിച്ചതിൻ്റെ 2 വെർഷൻസ് ഉണ്ട്. ഒന്ന് ഇമോഷണൽ വെർഷനും ഉണ്ട്, ഒന്ന് നോർമൽ വെർഷനും ഉണ്ട്. അത് രണ്ടും കേൾക്കാൻ രസമുണ്ടായിരുന്നു. ഒരെണ്ണം എനിക്ക് തോന്നുന്നു ഇളയരാജ സാറിൻ്റെ തന്നെ പാട്ട് റീക്രിയേറ്റ് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. ബട്ട് അതിരുന്നാലും അടിപൊളി സാധനമായിരുന്നു. അത് കേൾക്കാൻ ഒരു ഇമ്പമുള്ള, കേൾക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു സോങ് ആയിരുന്നു. സോ അതും മനോഹരമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ സിനിമാറ്റോഗ്രഫി വളരെ ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഇവർ ട്രാവലിംഗ് ഷോട്ട്സാണ് കൂടുതലും എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നാടിൻ്റെ വികസനവും അതുപോലെ തന്നെ നാട്ടിൻപുറത്തിൻ്റെ ഗുണങ്ങളുമൊക്കെ കാണിക്കുന്ന കുറേ സംഭവങ്ങളിലേക്ക് ചെറിയ ഡയലോഗ്സിലൂടെ കഥാപശ്ചാത്തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വാർദ്ധക്യം ഒരു മനുഷ്യനെ ഏത് തരത്തിലൊക്കെ ബാധിക്കുന്നുണ്ട്, അതിലൊക്കെ തന്നെ ഓരോ മനുഷ്യർക്കും ഉണ്ടാകുന്ന നെഗറ്റീവ് എന്തൊക്കെയാണ്, അത് ഏതൊക്കെ തരത്തിൽ അവരുടെ ലൈഫിൽ പ്രതിഫലിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങളും സിനിമയിൽ സംസാരിച്ചു പോകുന്നുണ്ട്. അമ്മയ്ക്ക് ഞാൻ വീട്ടിലില്ലെങ്കിലും ഓക്കെയാണ് എന്ന് പറയുന്ന ഫഹദ് ഫാസിലിൻ്റെ ഒരു ഡയലോഗിനൊപ്പം തന്നെ വടിവേലുവിൻ്റെ ഒരു ഡയലോഗ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, അമ്മയോട് നീ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ എന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു ചോദ്യം അത് തന്നെയാണ്. നമ്മുടെ വീട്ടിലുള്ളവരോട് നമ്മൾ ആ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടാവുമോ? വളരെ നൈസായിട്ട് ചിന്തിക്കാനുള്ള കാര്യങ്ങളും സിനിമയിൽ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളും സിനിമയിൽ കൊണ്ടുവരുന്നുണ്ട്. മനോഹരമായിട്ടുള്ള മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും വിഷ്വൽസും പെർഫോമൻസുകളും കൊണ്ട് സിനിമ നമ്മളെ ഒരർത്ഥത്തിലല്ല മൊത്തത്തിൽ പിടിച്ചിരുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വളരെ നല്ല ഒരു സിനിമ എന്ന് പറയാൻ പറ്റിയ ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ എന്ന് പറയാൻ തന്നെ കഴിയുന്ന ഒരു ചിത്രം തന്നെയാണ് മാരീസൻ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ കണ്ട് വിലയിരുത്തുക. കാരണം ഈ സിനിമ നിങ്ങൾ തുടങ്ങുമ്പോൾ വിചാരിക്കുന്ന ജോണറിലേക്കേ പോകുന്നില്ല. പിന്നീട് ഈ സിനിമ മാറി മറിയുന്നത് മറ്റൊരു തരത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബിൽഡപ്പും ക്യാരക്ടർ ചേഞ്ചിങ്ങും ക്യാരക്ടർ ഷിഫ്റ്റിങ്ങും ഒക്കെ ഭയങ്കര കിടിലമായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്യാരക്ടർ ആർക്ക് ഗംഭീരമാണ്. സോ ഇതെല്ലാം കൊണ്ടും നിങ്ങൾ ഓരോ അർത്ഥത്തിലും സിനിമയിൽ കൂടുതൽ കണക്റ്റ് ആവുക തന്നെ ചെയ്യും. എനിവേ കൂടുതലൊന്നും പറയുന്നില്ല. ഇൻ ഷോർട്ട് മല്ലു ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5 ആണ്. അപ്പോൾ അഭിപ്രായങ്ങൾ വ്യക്തിപരം സിനിമ തിയേറ്ററിൽ തന്നെ കണ്ട് വിലയിരുത്തുക. നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് കൂടുതലായി ഉണ്ടാവുക. വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു അഭിപ്രായം കമൻറ്റായിട്ട് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ സന്തോഷം. അത്രയും കൂടുതൽ നമുക്കിടയിലുള്ളൊരു ബോണ്ടിങ്ങും വളരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിംഗ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും